ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ 10th പ്രിലിംസിന്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന്റെ എക്സാം എനിക്ക് സെക്കൻഡ് സ്റ്റേജാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 38-40 ലെവലിലായിരുന്നു എൻ്റെ മാർക്ക്. അതുകൊണ്ട് തന്നെ എനിക്കിനി മെയിൻസിന് പഠിക്കണോ വേണ്ടിയെന്നുള്ള കൺഫ്യൂഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ജൂലൈ 18 ഓഗസ്റ്റ് 1 10th ലെവൽ എക്സാം വരുന്നുണ്ടല്ലോ. അപ്പോൾ 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ദേശീയ പ്രസ്ഥാനവും കേരളവും പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, സൈലന്റ് ക്ലാസ്, പിന്നെ ഭരണഘടന വഴികാട്ടിയും എന്ന് പറയുന്ന SCERT ചാപ്റ്റർ, അതേപോലെ തന്നെ SNDP, NSS, ദേശീയ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ 10th ലെവലിന്റെ സിലബസിൽ വരുന്ന ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ഇന്ന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഞാനത് ബുക്കിൽ എഴുതി വെച്ചിട്ടു. അതായത് നമുക്കിനി എന്തൊക്കെ ഇന്ന് പഠിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നന്നായി സ്മൂത്തായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ ദേശീയ പ്രസ്ഥാനവും കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു SCERT ചാപ്റ്റർ ഞാൻ PDF ആണ് വായിച്ചത്. PDF വായിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കി. ഒരു 2 പേജൊക്കെ ഉണ്ടാവുള്ളൂ. അത് മുഴുവൻ നമുക്ക് നോട്ടാക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം ഫുള്ള് വേസ്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോകുന്നുണ്ടെന്ന് നമുക്ക് ഇനി ഓർക്കുമ്പോൾ, അത് ചാപ്റ്ററിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കി. അതേപോലെ എക്സാം ടൈമിലും നമുക്കത് അങ്ങനത്തെ ഷോർട്ട് നോട്ട് വായിക്കുന്നത് വളരെ ഉപകാരപ്രദമാകും. പിന്നെ എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫയൽ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ്. അപ്പോൾ അതേപോലെ LDC വയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ ഇനി 10th ലെവൽ എക്സാംസിനോ ഇനി കമ്പനി ബോർഡ് LGSനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് റാങ്ക് ഫയൽ വാങ്ങിക്കാനുള്ളൊരു ഫിനാൻഷ്യൽ സെറ്റപ്പൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ എക്സാംസും ഈ ഒരു റാങ്ക് ഫയൽ വെച്ചിട്ടും പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ 2024 PSC പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഡിഗ്രി ലെവൽ റാങ്ക് ഫയല്. പിന്നെ ഞാൻ PSCക്ക് വേണ്ടിയിട്ട് ഒരു ബുക്കും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാരണം ഇത് കാണുന്ന ബുക്കുകളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ഇതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ വാങ്ങിക്കാത്തത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സോഴ്സസ് ടെലിഗ്രാമിൽ നിന്നും യൂട്യൂബ് ചാനൽസിൽ നിന്നും നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ റാങ്ക് ഫയലിനകത്ത് നമുക്ക് എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചിട്ട് ഏതൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പഠിക്കണമെങ്കിൽ അതും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ SCERT ചാപ്റ്റേഴ്സ് എന്തായാലും വായിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 10th ലെവലിൽ ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സ് വായിക്കണം, 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സ് വായിക്കണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കമ്പനി ബോർഡ് LGSനാണെങ്കിലും 10th ലെവൽ മറ്റ് എക്സാമുകൾക്കും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ എല്ലാവരും കാണണേ. പിന്നെ ഞാനത് ഈ 10th ലെവലിൻ്റെ മാത്സ് പഠിച്ചിട്ട് ഇത് സൈലം ടെർബോ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ളതിനകത്തുള്ള മാത്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ സ്കോളർഷിപ്പ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ പഠിച്ചത്. ഞാനത് മെയിനായിട്ട് 10th ലെവൽ മാത്സ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പഠിച്ചതാണ് കേട്ടോ. ഞാൻ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 10th ലെവൽ എക്സാമിൽ എന്തൊക്കെയാണ് മാത്സിൽ വരുന്നതിനെ കുറിച്ച് എനിക്ക് അത്ര ധാരണയില്ലായിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കണ്ടതാണ്. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു നോട്ടും തയ്യാറാക്കി. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ സൈലത്തിൻ്റെ ഈ ടെർബോ സീരീസിൽ തരുന്ന എല്ലാ ക്ലാസ്സിൻ്റെയും PDF ഉണ്ടല്ലോ, അവരുടെ സൈലത്തിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അത് ഞാനിത് നോട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മനസ്സിലായി. പക്ഷെ ആദ്യം കണ്ടത് നമ്മുടെ മാത്സ് ആയതുകൊണ്ടും പിന്നെ മാത്സ് നമുക്ക് ചെയ്ത് പഠിക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യം ആയതുകൊണ്ട് തന്നെ മാത്സിൻ്റെ നോട്ട് എഴുതി. പിന്നെ ഇംഗ്ലീഷ് ഞാൻ അങ്ങനെ എഴുതിയില്ല കേട്ടോ നോട്ട്. പിന്നെ ഞാൻ ഭരണഘടനയും വഴികാട്ടിയും എന്ന് പറഞ്ഞിട്ടുള്ള SCERT ചാപ്റ്റർ പഠിച്ചപ്പോൾ അതിൻ്റെ നോട്ടും ഇതേപോലെ തന്നെ 2 പേജായിട്ട് തന്നെ എഴുതി വെച്ചു കേട്ടോ. അതും ഞാൻ ഷോർട്ട് നോട്ടാണ് തയ്യാറാക്കിയത്. നമുക്ക് ഫുൾ നോട്ട് തയ്യാറാക്കാൻ എന്തുണ്ടെങ്കിൽ ടൈം ഒരുപാട് പോകും. അതുകൊണ്ട് തന്നെ ഷോർട്ട് നോട്ടാക്കി തയ്യാറാക്കി. അപ്പം ഇങ്ങനെയാണ് 10th ലെവലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ PSC ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന 10th ലെവൽ എക്സാംസിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ LDC 2027 വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. ഇല്ലാത്തവരാണെങ്കിൽ ഈ 10th ലെവൽ എക്സാം കൂടി നന്നായിട്ട് പഠിക്കാൻ നോക്കാം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സും സൈലത്തിൽ നിന്ന് കണ്ടു കേട്ടോ. അതിൻ്റെ നോട്ട് തയ്യാറാക്കാൻ നിന്നില്ല, കാരണം അവരുടെ ടെലിഗ്രാം ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നോട്ട് തയ്യാറാക്കില്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ PSC പഠനങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ എനിക്ക് PSC പഠിക്കാൻ പറ്റി. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് 10th പ്രിലിംസ് കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അതിൻ്റെ സിലബസും അതേപോലെ തന്നെ അതിനകത്ത് വരുന്ന ടോപ്പിക്സൊക്കെ വളരെ ലഘുവായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഇപ്പോൾ ട്രൈ ചെയ്താലും നമുക്ക് ഇതിൻ്റെ പ്രിലിംസ് കിടക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പഠിത്തം തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിലും പോലും ഇപ്പോൾ നന്നായിട്ട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 10th പ്രിലിംസ് ഉറപ്പായിട്ടും കയറാൻ പറ്റും കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ SCERT ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ PDF ഉണ്ടല്ലോ, ഈ PSC സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് നോക്കി നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ടെലിഗ്രാം ചാനലുണ്ട്. അപ്പോൾ ഈ പറയുന്ന SCERTയുടെ PDFs ഒക്കെ അതിനകത്തുണ്ട് കേട്ടോ. അത് പോരാത്തത് ഇനി LDC 2020 വേണ്ടിയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളൊരു വീഡിയോ കൂടി ഉടനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.